കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനും കഷ്ടകാലമാണ്. രമേശ് ചെന്നിത്തലയെ അങ്ങ് ഡൽഹിയിൽ വെച്ച് വെട്ടിക്കളഞ്ഞു. ഇവിടെ കെ സുധാകരനെ കണ്ണൂരിൽ വെച്ചും വെട്ടി. ഒരു സമരസംഗമം നടക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അതിന് പോസ്റ്ററൊക്കെ തയ്യാറാക്കിയപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന കെ സുധാകരൻ, കുറച്ചുനാൾ മുമ്പ് വരെ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരന്റെ പടം ആ പോസ്റ്ററിൽ എങ്ങുമില്ല. അതിലൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന VD സതീശനും VD സതീശന്റെ കൂട്ടായ്മയും കൂട്ടവും പരിവാരങ്ങളും മാത്രം. സണ്ണി ജോസഫിനെ ഏതൊരു മൂലയ്ക്ക് ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. റബ്ബർ സ്റ്റാമ്പാണല്ലോ. അതായത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന്. ഗർജിക്കുന്ന സിംഹം എന്ന നാടകം ഖ്യാതി കേട്ട പേരുകേട്ട കെ സുധാകരനെ അവിടെ എങ്ങും വച്ചിട്ടില്ല. ഇത് കണ്ടിട്ട് കെ സുധാകരന്റെ അടുത്ത അനുയായി ജയന്ത് ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അപ്പോ ഫേസ്ബുക്കിന് ആ പോസ്റ്റിന് നല്ല സ്വീകാര്യത കിട്ടി. പൊതുജനങ്ങൾ കോൺഗ്രസിനെ കല്ലെറിഞ്ഞു തുടങ്ങി. അതായത് പ്രത്യേകിച്ച് VD സതീശനെ കല്ലെറിഞ്ഞു തുടങ്ങി. ഉടനെ പോസ്റ്റർ മാറ്റിയിട്ട് കെ സുധാകരനെ കൂടി ഉൾപ്പെടുത്തിയ പോസ്റ്റർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കെ സുധാകരൻ നേരിട്ട കടും വെട്ടാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അതിശയമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അടുത്ത് മറ്റൊന്ന് ചെന്നിത്തലയാണ്. ചെന്നിത്തല ഇപ്പോൾ എവിടെയാണ്? ഡൽഹിയിലുണ്ട്. എന്തിനാണ്? മഹാരാഷ്ട്രയിലെ PCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് ചെന്നിത്തല ഡൽഹിയിലുള്ളത്. ചെന്നിത്തലയാണ് അവിടുത്തെ പാർട്ടി കാര്യം നോക്കുന്ന ജനറൽ സെക്രട്ടറി. വളരെ സന്തോഷം. ചെന്നിത്തല അവിടെ ഉള്ളപ്പോൾ കേരളത്തിൽ നിന്ന് 4 പേർ അങ്ങോട്ട് ചെല്ലുകയാണ്. താരതമ്യേന ചെന്നിത്തലയുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്. സണ്ണി ജോസഫ് ആകട്ടെ, PC വിഷ്ണുനാകട്ടെ, ഷാഹു പറമ്പിലാകട്ടെ, AP അനിൽകുമാർ ആകട്ടെ. ഇവർ 4 പേരും ഡൽഹിക്ക് പറന്ന് ഇന്നങ്ങോട്ട് ചെന്നിറങ്ങും. അവിടെ ആരുണ്ട്? ചെന്നിത്തലയുണ്ട്. ചെന്നിത്തലയെ അറിയിച്ചിട്ടാണ് പോണത്? അറിയിച്ചിട്ടില്ല. എന്തിനാണ് ഇവർ പോകുന്നത്? മറ്റൊന്നിനുമല്ല, KPCC പുനഃസംഘടന. മറ്റൊന്ന് DCC ഭാരവാഹികളെ മാറ്റി നിശ്ചയിക്കൽ. പിന്നൊന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ മെനയൽ. മറ്റൊന്ന് നിയമസഭയിൽ അങ്ങോട്ട് അധികാരം കിട്ടാൻ വേണ്ടിയുള്ള പടയൊരുക്കം. ഇതൊക്കെ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുക. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ കേരളത്തിൽ നാഴികയ്ക്ക് 40 വട്ടം വന്നു പോകുന്ന KC വേണുഗോപാലാണ് ഡൽഹിയിൽ ഇരിക്കുന്നത്. പിന്നെ ഒന്ന് ദീപാദാസ് മുൻഷി. കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടന തീരെ മോശമെന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്ത ദീപാദാസ് മുൻഷിയെയും KC വേണുഗോപാലിനെയും കാണാനാണ് ഈ 4 ആളുകളുടെ യാത്ര, ഖദർധാരികളുടെ യാത്ര. അപ്പോൾ ഇവരെക്കാൾ സീനിയർ ആണല്ലോ ചെന്നിത്തല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ചെന്നിത്തല ആരായിരുന്നു? മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, KPCC അധ്യക്ഷനായിരുന്നു, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറവും നേട്ടങ്ങൾ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയാൻ നമുക്ക് ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അടുത്ത സമീപ ഭൂതകാലത്ത് നടന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചെന്നിത്തലയെ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ചെന്നിത്തല കൂടി തീർച്ചയായും കേരളത്തിലെ നേതാക്കൾക്കൊപ്പം KC വേണുഗോപാലിനെയും ദീപാദാസ് മുൻഷിയെയും കാണാൻ പോയേനെ. പക്ഷേ ഇപ്പോഴത്തെ ഹൈക്കമാൻഡിന്റെ വ്യവസ്ഥ അങ്ങനെയല്ല. BJP എങ്ങനെയാണോ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടത്, അതുപോലെ കോൺഗ്രസും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏൽപ്പിച്ച ഡ്യൂട്ടി മാത്രം ആളുകൾ ചെയ്താൽ മതി. അതിനപ്പുറത്തേക്കൊന്നും കടന്നു കയറി ചിന്തിക്കാനോ പാർട്ടി കാര്യങ്ങളിൽ ഇടപെടാനോ അവർക്കാർക്കും അധികാരമില്ല. അവരൊക്കെ ഓരോ സെല്ലുകൾ, മോളിക്യൂൾ സെല്ലിനകത്ത് ഇങ്ങനെ അടച്ചുകൂട്ടി അതിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന ധാരണയാണ്. അതുകൊണ്ട് സണ്ണി ജോസഫും ഷാഹു പറമ്പിലും PC വിഷ്ണുനാഥും AP അനിൽകുമാറും തലയിൽ മുണ്ടിട്ട് അയ്യോ രമേശ് ചെന്നിത്തല കാണുന്നുണ്ടോ, ചെന്നിത്തല അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് പറഞ്ഞ് ഒളിച്ചും പാത്തും KC വേണുഗോപാലിനെ കാണും, ദീപാദാസ് മുൻഷിയെയും കാണും. എന്നിട്ട് കണ്ടിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? കേരളത്തിലെ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം സംഘടനയുടെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ഇത് ആരാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? സാക്ഷാൽ VD സതീശനും KC വേണുഗോപാലും കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ് നേതാക്കളെ തമ്മിലെടുപ്പിക്കുന്നത്. കെ സുധാകരനെ ചവിട്ടി പുറത്താക്കി. ഇനിയുണ്ട് കുറച്ചുപേര്, അനഭിമതരായ കുറച്ചുപേർ. കാരണം KC വേണുഗോപാലോ VD സതീശനോ പറയുന്നതിനപ്പുറം ചിന്തിക്കുകയും കുറെ കൂടി ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന ആളുകൾ. അവരെ കൂടി പുറത്താക്കിയാൽ മാത്രമേ KCക്കും സതീശനും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കസേരകൾ പങ്കിട്ടെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇവരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് പോയി പറയുന്നത് ഈ പടലപ്പിണക്കം സംഘടനയെ താറുമാറാക്കുന്നു, എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ആരൊക്കെയാണ് പിണങ്ങി നിൽക്കുന്നത്? K മുരളീധരൻ, K സുധാകരൻ, രമേശ് ചെന്നിത്തല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 നേതാക്കളെ വെട്ടി ഒതുക്കിയെന്ന്. അതിന്റെ കാരണം പിടികിട്ടിയല്ലോ. പിണങ്ങി മാറി നിൽക്കുന്ന, അതായത് ഈ നേതൃത്വത്തിനെതിരെ എപ്പോഴും കലവില കൂട്ടുന്ന നേതാക്കളുടെ പട്ടികയിലുള്ളതാരാണ്? K മുരളീധരൻ, K സുധാകരൻ, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ഇവരെ 3 പേരെയും അങ്ങോട്ട് കോർ ഇഷ്യൂസിലോട്ട് കടത്തിവിടില്ല. പടിക്ക് പുറത്ത് നിന്നാൽ മതി എന്ന ധാരണയിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അടുത്തിനുള്ള അജണ്ടയിലുള്ള എന്താ? KPCC പുനഃസംഘടന. കുറെ ഭാരവാഹികളുണ്ട്. ജനറൽ സെക്രട്ടറിമാരിൽ ഒഴിവുള്ള ജനറൽ സെക്രട്ടറിമാരെ നിയമിക്കണം, സെക്രട്ടറിമാരെ നിയമിക്കണം, ട്രഷററെ നിയമിക്കണം. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം.
ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിക്കലെത്തി, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. ഇനി പുതിയ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ സംഘടന ക്ലച്ച് പിടിക്കുമോ, പാർട്ടി ക്ലച്ച് പിടിക്കുമോ എന്നൊക്കെയുള്ള സംശയം ഈ സണ്ണി ജോസഫിനും കൂട്ടർക്കുമുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡ് പറഞ്ഞ പൂർണ്ണതോതിലുള്ള പുനഃസംഘടന അത് നടപ്പിലാക്കാനാണ് ചെന്നിത്തല അവിടെ നിൽക്കുന്നത്. ഗുജറാത്തിലും ഹരിയാനയിലും അതേ മോഡൽ നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത്. ഹരിയാനയിൽ കുറെ കാലമായി DCCA ഇല്ല എന്നതാണ് വാസ്തവം. DCCകൾ ഇല്ലാതെയാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പോലും. ഇതുപോലെ അകപ്പതിച്ച പാർട്ടി വേറെ ഒന്നും ഉണ്ടാകില്ല. ഇനി പോട്ടെ, ഇവിടെ ഈ 3 നേതാക്കളെ ഒഴിവാക്കി അവിടെ അടുത്ത പുനഃസംഘടനയെ കുറിച്ച് സംസാരിക്കുകയാണ്. DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിലാണെങ്കിൽ കോഴിക്കോട്, തൃശ്ശൂർ ഒഴികെ ബാക്കി എല്ലാ 12 DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. ഈ 12 പേരെ ഒറ്റയടിക്ക് മാറ്റിക്കഴിഞ്ഞാൽ സംഘടന കൂപ്പുകുത്തും. കാരണം പുതുതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ മറ്റേ താഴേക്കിടയിലുള്ള നേതാക്കൾ എങ്ങനെ അംഗീകരിക്കുമെന്ന വലിയ ചോദ്യം അവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് തെക്കൻ കേരളത്തിലെ, അതായത് പാലോട് രവി ഉൾപ്പെടെയുള്ള കുറെ ആളുകളുണ്ട്, ഐറ്റംസ്, അവരെയൊക്കെ തട്ടി ദൂരെ കളഞ്ഞിട്ട് പുതിയ ആളുകളെ വയ്ക്കാനാണ് ആലോചന. അതുകൊണ്ട് പാലോട് രവിയും സംഘവും ഒക്കെ ഇപ്പോഴേ പിരിവൊക്കെ നടത്തി എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റുക, എങ്ങനെയെങ്കിലും DCC പ്രസിഡന്റായി തുടരുക, അടുത്ത തവണ ഒരു സീറ്റ് വസൂലാക്കി എങ്ങനെയെങ്കിലും MLA ആവുക, കഴിയുമെങ്കിൽ ഒരു മന്ത്രിയാവുക എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ്, പട്ടികയിലാണ്. അപ്പോഴാണ് തെക്കൻ കേരളത്തിലെ ആളുകളെ പാടെ മാറ്റുക, വടക്കൻ കേരളത്തിൽ കുറച്ചുപേർ അങ്ങനെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എന്ന തരത്തിലുള്ള ഒരു ഫോർമുലയുമായി സണ്ണി ജോസഫും സംഘവും ഡൽഹിക്ക് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലായി കാണുമല്ലോ. K. സുധാകരനെയും രമേശ് ചെന്നിത്തലയും വെട്ടിയൊതുക്കി സണ്ണി ജോസഫും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും AP അനിൽകുമാറും ഡൽഹിക്ക് പോകുമ്പോൾ തലയിൽ മുണ്ടിട്ട് ചെന്നിത്തല കാണുന്നുണ്ടോ എന്ന പേടിയോടുകൂടി KC വേണുഗോപാലിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? കേരളത്തിലെ തമ്മിലടി പരിഹരിക്കണം, അതിന് കാരണക്കാരായ VD സതീശനും KC വേണുഗോപാലും അതെങ്ങനെ പരിഹരിക്കും എന്ന് തലമുകഞ്ഞിനി ആലോചിക്കേണ്ടി വരും. എന്നിട്ട് ഇല്ലാക്കഥ മെനഞ്ഞുണ്ടാക്കിയ ദീപാദാസ് മുൻഷിയും അതിന് പിന്തുണ കൊടുത്ത VD സതീശനും എന്ത് പറയുമെന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാം.